ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ബനാന പപ്സ് ആണ് തയ്യാറാക്കുന്നത്. ബേക്കറി സ്റ്റൈലിൽ പഫ് ഷീറ്റ് തയ്യാറാക്കി അതിൽ ബനാന പപ്സ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല സിമ്പിളും അതുപോലെ ബേക്കറി സ്റ്റൈലിൽ തയ്യാറാക്കിയെടുക്കുന്ന ഈ ബനാന പപ്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബനാന പപ്സിന് വേണ്ട പപ്സിൻ്റെ ഷീറ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 250 ഗ്രാം അളവിൽ മൈദ ചേർക്കാം. മൈദയിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത കൂട്ടിലേക്ക് 25 ഗ്രാം അളവിൽ വനസ്പതി ചേർക്കാം. ഇത് മൊത്തം 125 ഗ്രാം വനസ്പതിയാണ് നമുക്ക് പഫ്സിന് വേണ്ടിയത്. അതിൽ 25 ഗ്രാം നമ്മൾ 250 ഗ്രാം മൈദയ്ക്ക് 130 ml വെള്ളമാണ് വേണ്ടിയത്. വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ഡോ ആക്കിയെടുക്കാം. ആദ്യം 125 ml വെള്ളം ഒഴിച്ച് കുഴച്ച് നോക്കുക. പിന്നീട് 5 ml കൂടെ ആവശ്യാനുസരണം ഒഴിക്കുക. എനിക്കിവിടെ 130 ml കറക്റ്റ് വേണ്ടി വന്നു. ഓരോ മാവിൻ്റെ കാഠിന്യം അനുസരിച്ച് ഇതിന് വ്യത്യാസം. നന്നായി കുഴച്ചതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കാം. മണിക്കൂറിന് ശേഷം മാവ് നന്നായി പരത്തിയെടുക്കാം. ഒരു റെക്റ്റാങ്കിൾ സ്ക്വയർ രീതിയിൽ നന്നായി പരത്തിയെടുത്തതിന് ശേഷം ഇനി എടുത്തു വച്ചിരിക്കുന്ന വനസ്പതി ഒരു 3 ഭാഗമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. ആദ്യം മാവ് കുഴയ്ക്കാനായിട്ട് നമ്മൾ 25 ഗ്രാം വനസ്പതി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 100 ഗ്രാമേ ഉള്ളൂ. ആ ബാക്കി 100 ഗ്രാമിനെ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പരത്തിയ മാവിൻ്റെ 1/4 ഭാഗത്തോളം നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. ഏത് ഭാഗത്താണോ വനസ്പതി എത്താത്തത് ആ ഭാഗത്തൊന്നും നമുക്ക് പഫ്സിന് ലെയർ വരത്തില്ല. അപ്പോൾ നന്നായി തേച്ച് പിടിപ്പിക്കുക. അതുപോലെ 3-4 പ്രാവശ്യം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഫസ്റ്റ് ടൈമാണ്. ഇങ്ങനെ എല്ലാ ഭാഗത്തും വനസ്പതി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അല്പം മൈദ വിതറി കൊടുക്കാം. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡിങ്ങിലാണ് ഇതിൻ്റെ അകത്ത് ലെയേഴ്സ് ഫോം ചെയ്ത് കിട്ടുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വീഡിയോ കണ്ട് ഇതുപോലെ ചെയ്തെടുക്കണം. പഫ് ഷീറ്റ് ഫോൾഡ് ചെയ്തെടുക്കുന്നതിന് പല മെത്തേഡുകളുണ്ട്. അതിൽ ഒരെണ്ണം നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരറ്റത്ത് നിന്ന് നടുക്കൂന്ന് മടക്കി അതിനെ ഓവർലാപ്പ് ചെയ്ത രീതിയിൽ അടുത്തത് മടക്കിയെടുക്കുക. പഫ്സിന് ഷീറ്റ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന ഭാഗം എപ്പോഴും നമ്മുടെ നേരെ ആയിരിക്കണം. നമ്മൾ ഏത് ഭാഗത്താണോ നിന്ന് ഇത് ചെയ്യുന്നത് ആ ഭാഗത്തോട്ടായിരിക്കണം ഇതിൻ്റെ ഫോൾഡിങ് വരേണ്ടത്. ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. ഇപ്പോൾ നിങ്ങൾ ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇവിടെ ഞാൻ വനസ്പതി ഉപയോഗിക്കുന്നതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ചെയ്ത ഈ ഒരു സ്റ്റെപ്പ് 3 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഫോൾഡഡ് സൈഡ് നമ്മുടെ നേരെ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ലെയേഴ്സ് ഒന്നും മാറിപ്പോകത്തില്ല. അലുമിനിയം ഫോയിലോ നനഞ്ഞ തുണി കൊണ്ടോ ഇതുപോലെ കവർ ചെയ്ത് വെക്കാം. ഡ്രൈ ആകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. 20 മിനിറ്റിന് ശേഷം രണ്ടാം പ്രാവശ്യം നമ്മൾ ഫോൾഡഡ് സൈഡിൽ നിന്ന് പരത്തി എടുക്കണം. എടുക്കുമ്പോൾ അല്പം മൈദ തൂകിയിട്ട് വേണം പരത്താനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പറയുന്നതിനേക്കാളും വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഇങ്ങനെ നന്നായി പരത്തിയെടുത്തതിന് ശേഷം അടുത്ത ഘട്ടമായിട്ടുള്ള വനസ്പതി നമുക്ക് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കാം. നന്നായി തേച്ച് പിടിപ്പിക്കണം. ഷീറ്റിൽ മുഴുവനും നമുക്കിത് തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ വനസ്പതി തേച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലായി അല്പം മൈദ വിതറി ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് മടക്കി അടുത്ത സൈഡിൽ നിന്ന് അതിനെ ഓവർലാപ്പ് ചെയ്യത്തക്ക രീതിയിൽ ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ നേരെ ആയിരിക്കണം എപ്പോഴും. ഇതിനെ വീണ്ടും ഒരു 20 മിനിറ്റ് കവർ ചെയ്ത് മാറ്റിവെക്കും. ഇതുപോലെ തന്നെ 3ാമത്തെ പ്രാവശ്യം ചെയ്തെടുക്കണം. ഇത് വെച്ചാൽ 100 ഗ്രാം വനസ്പതിയും ഇതിൽ തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ബനാന പപ്സിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനായി 1 കപ്പ് അളവിൽ ബ്രൗൺ അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് അളവിൽ തന്നെ തേങ്ങ ചിരകിയതും ചേർക്കാം. ഇതിലേക്ക് ആവശ്യാനുസരണം പഞ്ചസാരയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായി നനച്ചെടുക്കാം. നമ്മൾ അവലൊക്കെ നനയ്ക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ നനച്ചെടുക്കാം. ഇതിലേക്ക് സ്വാദിന് വേണ്ടിയിട്ട് ഉരുക്കിയ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കാഷ്നട്ട്സ്, വെള്ള എള്ള് എന്നിവ ചേർക്കാവുന്നതാണ്. കാഷ്നട്ട്സും വെള്ള എള്ളും ചേർക്കുന്നത് തീർത്തും ഓപ്ഷനാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അങ്ങനെ ബനാന പപ്സിന് വേണ്ടിയിട്ടുള്ള
അവൽ നനച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത്തപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ല പഴുത്ത ഏത്തക്ക ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്നുകിൽ ഇത് പുഴുങ്ങിയിട്ട് നടുവേ കീറിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്ലൈസ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് പഫ് ഷീറ്റ് നമുക്കിനി ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ ആ പഫ് ഷീറ്റ് പരത്തുമ്പോൾ നീളത്തിൽ വേണം പരത്തിയെടുക്കേണ്ടത്. റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കണം പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ എല്ലാം ഒരേ കനത്തിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വേവിന് വ്യത്യാസം വരും. അതുപോലെ പഫ്സിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴത്തിൻ്റെയും അളവ് നീളം ഒരേപോലെ ആയിരിക്കണം. നമ്മൾ പരത്തിയെടുക്കുമ്പോഴത്തേക്കിനും സൈഡിലൊക്കെ കട്ടിയായിട്ടിരിക്കുന്ന ഭാഗമെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. ശേഷം ഒരേ അളവിൽ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ 6 പഫ്സിൻ്റെ ഷീറ്റാണ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഈ 6 എണ്ണത്തിൽ നമുക്കിനി ഫില്ലിങ് വെച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പഫ്സ്. നമ്മൾ പഫ് ഷീറ്റ് തയ്യാറാക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ. അത് സമയം കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് ആവശ്യാനുസരണം എടുത്ത് പരത്തി ഇതുപോലെ പഫ്സൊക്കെ തയ്യാറാക്കി. ഇതുപോലെ അവൽ നനച്ചത് ആദ്യം ഫില്ല് ചെയ്യുക. ശേഷം അതിൻ്റെ മുകളിലായി കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം നമുക്ക് വെക്കാം. ഏത്തപ്പഴം വെച്ചതിന് ശേഷം നമുക്ക് ഷീറ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. 2 മടക്ക് വരത്തക്ക രീതിയിൽ വേണം ഇത് ഫോൾഡ് ചെയ്ത് എടുക്കേണ്ടത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്ത് എടുക്കാം. ഇതുപോലെ എല്ലാം ഫോൾഡ് ചെയ്തെടുക്കാം. മടക്ക് ഭാഗം അടിയിൽ വരത്തക്ക രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇത് ഫോൾഡ് ചെയ്ത ഷീറ്റിൻ്റെ മുകളിലായിട്ട് 3-4 കട്ട് കൊടുക്കാം. സാധാരണ ബേക്കറിയിലൊക്കെ ബനാന പഫ്സിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ചെറിയ കട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ ബേക്കറി സ്റ്റൈലിൽ ചെയ്യുന്നത് കൊണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓയിൽ ബ്രഷ് ചെയ്തിട്ടുള്ള ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് വെച്ച മാവിൻ്റെ മുകളിൽ എഗ് വാഷ് കൊടുക്കണം. ഒരു മുട്ട പൊട്ടിച്ച് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു നല്ല ഗ്ലേസിങ്ങും ഒരു ഗോൾഡൻ കളറും കിട്ടാനാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. എല്ലാത്തിലും നന്നായി തേച്ച് പിടിപ്പിക്കുക. ശേഷം ഇതിൻ്റെ മുകളിലായി കറുത്ത എള്ള് ചേർക്കാം. കറുത്ത എള്ളോ വെളുത്ത എള്ളോ ചേർക്കാവുന്നതാണ്. ശേഷം 220 ഡിഗ്രിയിൽ പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ 220 ഡിഗ്രിയിൽ ബേക്ക് ചെയ്ത് 220 ഡിഗ്രിയിൽ 30-35 മിനിറ്റൊക്കെ എടുക്കും ഇത് ബേക്കായി കിട്ടാനായിട്ട്. നമുക്കിത് ബേക്ക് ചെയ്തിട്ട് കാണാം. അങ്ങനെ ഒരു 35 മിനിറ്റ് ആയപ്പോഴത്തേക്കിന് നമ്മുടെ പഫ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് ലെയറോട് കൂടിയായിട്ട് നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ബനാന പഫ്സാണ്. ചൂടോടെ പഫ്സ് കഴിക്കേണ്ടവർക്ക് ഇതുപോലെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ബനാന പഫ്സ് തയ്യാറാക്കിയെടുക്കാൻ. പഫ്സിന് വേണ്ട ഷീറ്റ് തയ്യാറാക്കാൻ പഠിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പഫ്സ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ബനാന പഫ്സ്, മീറ്റ് പഫ്സ്, ചിക്കൻ പഫ്സ്, മുട്ട പഫ്സ് എല്ലാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ ബനാന പഫ്സിൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.